അർച്ചന കാരണം എല്ലാം തകരാൻ പോവാ. ഇനിയും അർച്ചനയുടെയും മൗനം തുടരാൻ പാടില്ല. ഗൗരിമോളുടെ അവസ്ഥ ആരതിക്ക് അറിയാലോ. ഈ അവസ്ഥയൊന്നും എനിക്കിവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോ സ്വന്തം അമ്മയുടെ ജീവിതം അർച്ചനയ്ക്ക് ഒരു പ്രശ്നമില്ലെന്നാണോ? മോളെ, എന്റെ മോക്കൊന്നുമില്ല. അമ്മയുണ്ട്, മോളുടെ അമ്മയുണ്ട്. അമ്മ മോളെ വിട്ട് എങ്ങും പോവില്ല കേട്ടോ. ഗൗരിമോളെ പ്രസവിച്ചത് സമൃദ്ധയല്ലെന്ന് എങ്ങനെ പറയും? അവരെ അമ്മയും മകളായിട്ട് സൃഷ്ടിച്ചത് സാക്ഷാൽ ദൈവം തന്നെയാ. എന്തായി സന്ദീപേ, പറഞ്ഞ കാര്യം നീ ചെയ്തോ? ഗൂഗിളിന്റെ വീട്ടിൽ പോയില്ലേ? പോയി. ആ വീട് മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി നോക്കി. നമ്മൾ വിചാരിച്ച ഒരു തെളിവും അവിടുന്ന് കിട്ടിയില്ല. ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഗോകുല് അയാളുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നേ. ഓഫീസ് മുറിയിൽ നോക്കിയില്ലേ? ഓഫീസ് മുറിയിൽ ഒരു ഫയൽ പോലും ഇല്ലാതെ മുഴുവൻ ഫയലുകളും എടുത്തു നോക്കി. പക്ഷേ ആ ഫയൽ മാത്രം അവിടെ കണ്ടില്ല. അയാളത് രഹസ്യമായി മറ്റെവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോ ഗോകുല് നമ്മൾ വിചാരിച്ച രീതിയിലല്ല ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത്. ഈ കേസ് അയാൾക്ക് സ്പെഷ്യലാ. ഈ കേസ് ജയിക്കണം എന്ന് അയാൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ജയിലിൽ പോണം. അതങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, നമ്മളിനി എന്താണ് മാഡം ചെയ്യേണ്ടത്? തൽക്കാലം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇനി മുതൽ രാജീവിനെ മാത്രം നമ്മുടെ ആളുകൾ ഫോളോ ചെയ്താൽ പോരാ. ഗോകുലിനെയും നിഴല് പോലെ പിന്തുടരണം. അവര് രണ്ടുപേരുടെ എല്ലാ നീക്കങ്ങളും നമ്മൾ അറിയണം. എനിക്കൊരു സംശയമുണ്ട് ഏടത്തി. ഇതിലാ ഗോകുലിനും കാര്യമായ എന്തോ പങ്കുണ്ടെന്ന്. ആ സംശയം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും രാജീവിനെ സംശയിക്കുന്ന പോലെ ഞാൻ ഗോകുലിനെ സംശയിച്ചില്ല. പക്ഷെ ഇപ്പോ അവര് രണ്ടുപേരും ചേർന്നാണോ എനിക്കെതിരെ പടയൊരുക്കം നടത്തുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. രാജീവിന് എന്നോടുള്ള പക തീർക്കാൻ ഗോകുലിന്റെ സഹായം, അതാണ് ഈ കേസ്. ഏതോ ഒരു സുഗതൻ മേനോനെ മുൻനിർത്തി ഇതുപോലൊരു കേസ് കുത്തിപ്പൊക്കി രാജീവ് തന്നെ ഫ്രെയിം ചെയ്ത് കോടതിയിലെത്തിച്ച് ഗോകുലിനെ കൊണ്ട് എനിക്കെതിരെ വാദിപ്പിച്ച് കേസും ജയിച്ച് എന്നെ ജയിലിലടയ്ക്കണം. അളിയനും ചേർന്ന് എനിക്കെതിരെ നടത്തിയ നീക്കം. ഇതിൽ ഗോകുലിനെ ഇതുവരെ സംശയിക്കാത്തതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അതുകൊണ്ട് ഇനി രണ്ടുപേരുടെ നീക്കങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സുഗതൻ മേനോന് പിന്നിൽ ഇവർ രണ്ടുപേരും തന്നെയാ. എനിക്കത് തീർച്ചയായി കഴിഞ്ഞു. എപ്പോഴാ അമ്മ നമ്മൾ ഇവിടുന്ന് പോകുന്നേ? മോളുടെ അസുഖം കുറയുമ്പോ നമ്മൾ പോവും. സ്കൂളിൽ പോണം, ഫ്രണ്ട്സിനെ കാണണം. ഗൗരിമോൾ എന്താ പറയുന്നേ? മോക്ക് സ്കൂളിൽ പോകുന്ന കാര്യം പറയായിരുന്നു. അതിനെന്താ, പോവാലോ. അസുഖം മാറിക്കഴിഞ്ഞ് മോക്ക് സ്കൂളിൽ പോവാം, കൂട്ടുകാരോടൊപ്പം കളിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. ഇപ്പോ നമുക്ക് മരുന്ന് കഴിക്കാം. മാഡം ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. വേണ്ട, അമ്മ എൻ്റെ അടുത്ത് വേണം. അമ്മ എവിടെയും പോണ്ട. ആ, ഇങ്ങനെ വാശി പിടിക്കല്ലേ. അമ്മയെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. മോളെ, അമ്മ പുറത്തു തന്നെ ഉണ്ട്. അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാം.
മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നമുക്കേ ഒരു ഇഞ്ചക്ഷൻ എടുക്കാണ്ട്, അത് കഴിഞ്ഞ് അമ്മയെ തിരിച്ചു വിളിക്കാം. എന്താ? മോള് നല്ല കുട്ടിയല്ലേ? ആ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നമ്മുടെ ഗൗരിമോൾക്കൊന്നും സംഭവിക്കില്ല. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വിചാരിച്ചാൽ മതി. ദൈവം നമ്മളോട് അത്രയും വലിയ ദ്രോഹമൊന്നും കാണിക്കില്ല. ആര് പറഞ്ഞു കാണിക്കില്ല എന്ന്? ദൈവം ഭയങ്കര ക്രൂരനാ. ചിലപ്പോ നമ്മൾ നല്ലതുപോലെ സന്തോഷിച്ചിരിക്കുമ്പോ ഇവനങ്ങനെ സന്തോഷിക്കണ്ടെന്ന് വിചാരിച്ച് ഒരു വലിയ കല്ലെടുത്ത് നമ്മുടെ തലയിലിടും. ചിലപ്പോഴൊക്കെ ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ തരും. ഇങ്ങനെ സമനില കൈവിടല്ലേ ഗോകുൽ. ഇസബെല്ലയ്ക്കുണ്ടായിരുന്ന അതേ അസുഖം തന്നെയാണോ എന്റെ ഗൗരിമുഖം? എന്തു വന്നാലും ഞാൻ കൂടെയുണ്ട്. ധൈര്യമായിരിക്കുക. ഹലോ ആരതി. അർച്ചനെ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലാ. ഗോകുൽ ഇവിടെ തന്നെയുണ്ട്. പെട്ടെന്ന് പറയാമോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയുടെ കാര്യം പറയാൻ തന്നെയാ വിളിച്ചത്. അർച്ചന കാരണം എല്ലാം തകരാൻ പോവാ. ഇനിയും അർച്ചനയുടെയും മൗനം തുടരാൻ പാടില്ല. ഗൗരിമോളുടെ അവസ്ഥ ആരതിക്ക് അറിയാലോ. ഈ അവസ്ഥയൊന്നും എനിക്കിവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോ സ്വന്തം അമ്മയുടെ ജീവിതം അർച്ചനയ്ക്ക് ഒരു പ്രശ്നമില്ലെന്നാണോ? അർച്ചനയുടെ ഒരു പ്രാർത്ഥനയും ഇനി ദൈവം കേൾക്കില്ല.